ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രെഡ് പോളയുടെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമുക്കിതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഉണ്ടാക്കിയ ഉടനെ തന്നെ എല്ലാം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്കൊരു പുഡിങ് മോഡലായിട്ടും കഴിക്കാം കേട്ടോ. രണ്ട് രീതിയിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ബ്രൗൺ കളർ വരുന്നുണ്ടല്ലോ, ഈ സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബ്രൗൺ കളർ നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ എടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഒരു 6 കോഴിമുട്ട വേണം കേട്ടോ. ഞാനിവിടെ ഒരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് വേറെ ആയിട്ടും യെല്ലോ വേറെ ആയിട്ടും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണേ. അപ്പോൾ ഞാനിതാ യെല്ലോ പോർഷൻ ഫുള്ളായിട്ടിട്ട് ഒരു 5 യെല്ലോ ഞാൻ സെപ്പറേറ്റ് ഒരു ബൗളിൽ മാറ്റി എടുത്തിട്ടുണ്ട്. അതിലൊട്ടും വൈറ്റ് കുടുങ്ങി പോകാൻ പാടില്ല കേട്ടോ. അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 6 വൈറ്റ് പോർഷനും അതുപോലെ തന്നെ ഒരു യെല്ലോ പോർഷനും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുട്ടയുടെ വൈറ്റിൽ 5 നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒന്ന് നമ്മളിതിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡ് ഉണ്ടല്ലോ, അത് നമുക്കതിലേക്ക് ഇതുപോലെ അങ്ങ് പിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ അങ്ങ് പിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു മുട്ടയുടെ യെല്ലോ പോർഷനും വൈറ്റ് പോർഷനും കൂടെ വരുന്ന ആ പാർട്ടുണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കപ്പ് പാലാണ് കേട്ടോ, തിളപ്പിച്ച് അറിയത്തുള്ള പാലാണ് എടുത്തിട്ടുള്ളത്, ഞാനിതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ അടിച്ചെടുക്കാം കേട്ടോ. ഒട്ടും തരികളില്ലാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ അടുത്തതായിട്ട് ഏതിലാണോ സെറ്റാക്കി എടുക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിന്നാണ്, 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് അടിച്ച് വെച്ചിട്ട് ഇനി ഒരു 15 മിനിറ്റ് കേട്ടോ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വന്നാൽ മതി. ഫുള്ളായിട്ട് സെറ്റാവാനായിട്ട് നിൽക്കരുത്, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മുട്ടയുടെ യെല്ലോ പോർഷൻ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കേട്ടോ, ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിൽ മിക്സ് ആവുന്ന വരെ നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മുടെ ഈ ഒരു സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്നങ്ങ് സെറ്റായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് സെറ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു യെല്ലോ പോർഷൻ ഉണ്ടല്ലോ, അത് പതുക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സ്പീഡ് കൂടിപ്പോയാൽ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പതുക്കെ അതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഭാഗത്തേക്കും അത് തന്നെ അങ്ങ് സ്പ്രെഡായിട്ട് വന്നോളൂ കേട്ടോ, ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം ഫുള്ളായിട്ട് സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒട്ടും അതിൽ വൈറ്റ് പോർഷൻ പാടില്ല കേട്ടോ, അങ്ങനെ ആകുമ്പോൾ പിന്നെ വൈറ്റ് കളർ വരും. ഇനി അടിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി വെച്ചാൽ മതി കേട്ടോ, അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുക. ഇപ്പോൾ അതാ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, മുകൾ ഭാഗം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊട്ടും വൈറ്റ് പോർഷനൊന്നും ഇല്ല, യെല്ലോ പോർഷൻ ഫുള്ളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സ്ക്വയറോ അല്ലാണ്ട് ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഡിപ്പ് ചെയ്ത് നോക്കട്ടെ കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതിൽ. അതൊന്നും ഒട്ടിയിട്ടൊന്നും വന്നിട്ടില്ല, അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഇത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട് സൈഡൊക്കെ അങ്ങനെ വിട്ടു പോരുന്ന ആ ഒരു രൂപത്തിലായിട്ടുണ്ട്. എന്നാലും നമ്മളിതുപോലെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നൈഫോ അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡ് വിരിയിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒട്ടിലങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് അങ്ങ് പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കമഴ്ത്തിയിട്ട് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് ഇതിലേക്ക് പോരും കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ആ ബട്ടർ പേപ്പർ നമുക്കിതുപോലെ പതുക്കെ അങ്ങ് വലിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് പോരും കേട്ടോ. അതുപോലെ അങ്ങ് എടുത്തിട്ട് അത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു മുകൾ ഭാഗം വരാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് കമഴ്ത്തിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഏത് രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.